സല്യൂട്ട് സ്നേഹിതരെ. 1998 മെയ് മാസം മുതൽ ഡിസംബർ മാസം വരെ കഷ്ടിച്ച് 7 മാസമാണ് ഞാൻ എറണാകുളം വിജിലൻസ് SP ആയി ജോലി ചെയ്തത്. ആ സമയത്ത് മറ്റ് SP മാരും അന്വേഷിക്കാൻ ധൈര്യപ്പെടാതെ വെച്ചിരുന്ന ഒരു കേസ് അത് ഞാൻ അന്വേഷിച്ചു. 1996 അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ ശേഷം നായനാർ സർക്കാർ വന്നല്ലോ. ആ സമയത്ത് തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കരുണാകരൻ മുൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ കോടതി ഉത്തരവിട്ട ഒരു വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള കേസാണ്. അന്നൊക്കെ പ്രിലിമിനറി എൻക്വയറി എന്ന് പറയുന്ന കാര്യം ഇല്ലായിരുന്നു, അത് നിർബന്ധമല്ലായിരുന്നു. കോടതിയിൽ ആരെങ്കിലും ഒരാൾ പരാതി സമർപ്പിച്ചു കഴിഞ്ഞാൽ കോടതി അത് CRPC 156(3) അനുസരിച്ച് കൺസേൺഡ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ അയച്ചു കൊടുത്ത് ഒരു കേസ് എടുക്കാൻ ഉത്തരവിട്ട് കഴിഞ്ഞാൽ കേസ് എടുക്കാതെ നിർവാഹമില്ല. അപ്പൊ അങ്ങനെ 156(3) CRPC പ്രകാരം വിജിലൻസിലേക്ക് തൃശൂർ വിജിലൻസ് കോടതി അയച്ചു തന്ന ഒരു കേസ് FIR ഇട്ട ശേഷം അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. 1998 മെയ് ജൂൺ മാസം വരെ ഞാൻ അവിടെ ചാർജ് എടുക്കുന്ന സമയം വരെ ഏകദേശം 2 വർഷത്തോളം സമയം അതിങ്ങനെ FIR സ്റ്റേജിൽ തന്നെ ഇരിക്കുന്ന ഒരു പരുവത്തിലായിരുന്നു കേസ്. ഈ കേസ് അദ്ദേഹത്തിനെതിരെ ലീഡർ എന്ന് നമ്മളെല്ലാരും പറയുന്ന ശ്രീ കരുണാകരനെതിരെ കൊടുത്തയാള് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ആളാണ്, നവാബ് രാജേന്ദ്രൻ. നവാബ് രാജേന്ദ്രന്റെ പേര് കേൾക്കാത്ത മലയാളികൾ വിരളമാണെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. കണ്ണൂര് പയ്യന്നൂര് ജനിച്ച് പിന്നെ പടക്കളം മുഴുവൻ തൃശ്ശൂർ എറണാകുളം സൈഡിലായ ഒരു ആളാണ്, ഒരു ജേർണലിസ്റ്റ് ആണ് നവാബ് രാജേന്ദ്രൻ. അദ്ദേഹം ജേർണലിസം ഒന്നും പഠിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ തന്റെ പിതാവിന്റെ പാത പിന്തുടർന്നുകൊണ്ട്, പിതാവ് ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, ഒരു പത്രപ്രവർത്തകനായിരുന്നു, അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പത്രമാധ്യമങ്ങളിലേക്ക് എടുത്തു ചാടി. അങ്ങനെ നവാബ് എന്ന പേരിൽ, അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് TA രാജേന്ദ്രൻ എന്നായിരുന്നു, നവാബ് എന്ന പേരിലുള്ള ഒരു മാസികയോ വാരികയോ അങ്ങാണ്ട് തുടങ്ങുകയും അതുവഴി പലതരത്തിലുള്ള അഴിമതികൾ പുറത്ത് കാണിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. ഈ നവാബ് രാജേന്ദ്രൻ ഒരു അഴിമതി കഥ പുറത്തു കൊണ്ടുവന്നത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കരുണാകരൻ അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമില്ലാതെ നവാബ് രാജേന്ദ്രന്റെ കയ്യിൽ എന്തോ രേഖയുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പോലീസിനെ ഉപയോഗിച്ച് മർദ്ദിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പക, ഒടുങ്ങാത്ത പക ശ്രീ കരുണാകരനെതിരെ സൂക്ഷിച്ചിരുന്ന ആളാണ്, ആജീവനാന്തം സൂക്ഷിച്ചിരുന്ന ആളാണ് നവാബ് രാജേന്ദ്രൻ. എനിക്ക് ഈ നവാബ് രാജേന്ദ്രനെ പരിചയമുള്ളത് തൃശ്ശൂർ SP ആയിട്ട് പോകുന്ന സമയത്താണ്. ഒരു ദിവസം അദ്ദേഹം എന്റെ ഓഫീസിലേക്ക് വന്നു. പുറത്തുനിന്ന് പോലീസുകാർ പറഞ്ഞു, ഈ നവാബ് രാജേന്ദ്രൻ വന്നിട്ടുണ്ട്, ഒരുപാട് നേരം പുറത്തിരിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് വേഗം മാഡം കണ്ടിട്ടങ്ങ് വിടുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അന്ന് എന്നോടൊപ്പം വർക്ക് ചെയ്തിരുന്ന DYSP അഡ്മിനിസ്ട്രേഷൻ ശ്രീ വാരിജാക്ഷൻ ആയിരുന്നു. വെറുതെ വായി തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സ്വഭാവമുള്ള ആളായതുകൊണ്ട് ഞാനും കൂടെ മാഡത്തിന്റെ കൂടെ ഇരിക്കാം എന്ന് പറഞ്ഞ് വാരിജാക്ഷനും കൂടെ വന്നിട്ടാണ് നവാബ് രാജേന്ദ്രനകത്ത് വന്നത്. അപ്പൊ എനിക്ക് ആളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ധാരണയൊക്കെ തെറ്റുന്ന രീതിയിലുള്ള ഒരു, അന്നത്തെ സമയത്ത് നമ്മളിങ്ങനെ ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഒന്നുമില്ല, പത്രങ്ങളിലൂടെ അധികം പടവും ഒന്നും കണ്ടിട്ടുമില്ല. അപ്പൊ നേരിട്ട് കാണുമ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു വല്ലാത്ത ഒരു അലസ വേഷത്തിലായിരുന്നു വന്നിരുന്നത് ആള്. മുഷിഞ്ഞ ഒരു നരച്ച കാവിയാണെന്ന് പോലും പറയാനായിട്ട് നമ്മൾ നോക്കണം, അത്രയും സൂക്ഷിച്ച് നോക്കിയ കാവിയാണെന്ന് പറയും. വളരെ നരച്ച ഒരു കാവി, ജുബ്ബ, കാല് വരെയുള്ള ജുബ്ബയാണ്, അതിന്റെ അടിയിൽ ഒരു മുണ്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ വലിയ നീട്ടി വളർത്തിയ മുടിയും ചപ്രാഞ്ചിയായിട്ട് പറന്ന് കിടക്കുന്ന ഒരു രീതിയിൽ ആണ് ഈ മീശയും ഒക്കെ വെച്ചിട്ട്, പല്ലൊന്നും ഇല്ല, കൊഴിഞ്ഞ പല്ല്, ഒരു പല്ലിങ്ങനെ തള്ളി വെളിയിലോട്ട് നിൽക്കുന്നു, തുറിച്ച കണ്ണുകൾ ഇങ്ങനെ കണ്ണട കൂടെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു എൻ്റെ അടുത്ത് വന്നപ്പോ. ഞാൻ വെച്ചാൽ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് എൻ്റെ അടുത്ത് വരുന്നത്, ഞാൻ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോ ആള് വന്നിരുന്നു. വാരിജാക്ഷനെ ഇങ്ങനെ തുറിച്ചു നോക്കി, ആൾ അവിടെ ഇരിക്കുന്ന ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ആളെൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഞാനൊരു കേസ് കൊടുക്കാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് കൊടുത്താൽ പോലെ എൻ്റെ അടുത്ത് വന്ന് പറയണോ, എന്താ കേസ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയി ഒരു റിപ്പർ ചന്ദ്രൻ തൂങ്ങിച്ചാവുന്നത് പോയി കണ്ടില്ലേ, ആരുടെ അനുവാദത്തോടു കൂടി നിങ്ങൾ അത് കണ്ടു, അത് കാണാൻ നിങ്ങൾക്ക് എവിടുന്ന സാങ്ഷൻ കിട്ടിയ, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ നിങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എവിടുന്ന് കിട്ടി ഈ ഇൻഫർമേഷൻ, ഞാൻ റിപ്പർ ചന്ദ്രൻ തൂങ്ങി മരിക്കുന്ന ഒന്നും കണ്ടിട്ടില്ല, എനിക്ക് കിട്ടിയത് ജയിലിനകത്തു നിന്നുള്ള ഇൻഫർമേഷൻ ആണ്, വളരെ കൃത്യമായിട്ടുള്ള ഒരു വിവരമാണ് എനിക്ക് കിട്ടിയത്, നിങ്ങൾ അവിടെ അനധികൃതമായിട്ട് അടിച്ചു കയറി ചെന്ന് റിപ്പർ ചന്ദ്രനെ തൂക്കിക്കൊല്ലുന്ന കാഴ്ച നിങ്ങൾ അവിടെ നിന്ന് കണ്ടു, നിങ്ങൾക്കത് കാണാനുള്ള അനുവാദം സർക്കാർ തന്നിട്ടില്ല, ജയിൽ അധികൃതർ തന്നിട്ടില്ല, പിന്നെ നിങ്ങൾ അത് ചെയ്തത് തെറ്റാണ്, ഞാൻ കോടതിയിൽ ഒരു കേസ് നിങ്ങൾക്കെതിരെ കൊടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് കേസിന് പോയാൽ പോരെ, അല്ലെങ്കിൽ ചിലപ്പോൾ എടുത്ത് ചവറ്റുകോട്ടയിൽ എറിയും,
ഇത് കള്ളപ്പരാതിയാണ് എന്ന് പറഞ്ഞ് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ വിവരം ഒന്ന് കൃത്യമായിട്ട് ധരിച്ചിട്ട് പോയാൽ മതി. അപ്പൊ നിങ്ങളല്ലേ പോയത് എന്ന് ചോദിച്ചു. ഞാൻ അല്ല. അപ്പൊ ഒരു വനിതാ IPS ഓഫീസർ അവിടെ പോയി കണ്ടു എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മാത്രമല്ല കേരളത്തിൽ വനിതാ IPS ഓഫീസർ ഉള്ളത്, വേറൊരാളും കൂടെ ഉണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ പോയി കേസ് കൊടുക്കോ ഇല്ലയോ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, പക്ഷെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആള് കുറച്ചൊക്കെ രൂക്ഷമായിട്ട് നോക്കി. ഞാൻ ചോദിച്ചു ചായ വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചായ ഒന്നും കുടിക്കാറില്ല എന്തൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ ആദ്യത്തെ ഞങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടല് അങ്ങനെ നല്ല സൗഹാർദ്ദപരമായിട്ടൊന്നും അല്ല പോയത്. നവാബ് രാജേന്ദ്രൻ മുറി വിട്ട് പോയ ശേഷം മാരിജാഷൻ എന്നോട് പറഞ്ഞു, എന്നോടും വലിയ വിരോധമുണ്ട് ആൾക്ക്. പണ്ടൊരു കേസിൽ ക്രൈംബ്രാഞ്ചിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാൻ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് ആള്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കും ഇത്ര ദേഷ്യമായിട്ട് പെരുമാറിയത്. പിന്നെ ചായ എന്ന് പറയുന്ന ആൾ കൈകൊണ്ട് തൊടത്തില്ല, അയാൾ മദ്യം മാത്രമേ കുടിക്കാറുള്ളൂ, അതുകൊണ്ടായിരിക്കും ചായ വേണമെന്ന് മാഡം ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിരിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ഞാൻ ആളെ കാണുന്നത് ഈ വിജിലൻസിൽ വന്ന് ഈ കേസ് എന്റെ കയ്യിൽ വരുമ്പോഴാണ്. അപ്പൊ ഈ കേസ് ഈ കരുണാകരനെതിരെയുള്ള അനധികൃത സ്വത്ത് സമ്പാദന കേസ് ഞാൻ എടുത്ത് വെച്ച് നോക്കി. ഒരു കേസ് ചുമ്മാ ഇങ്ങനെ ഒരു മൂലയിൽ 2-3 പേപ്പറായിട്ട് ഇരിക്കുന്നു. 2 വർഷം പഴകിയ കേസാണ്, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള ഒരു ആത്മാർത്ഥത കൊണ്ട് ഞാൻ എടുത്ത് വെച്ച് നോക്കിയതാണ്. ഹൈക്കോടതിയിൽ നവാബ് രാജേന്ദ്രൻ പോയി ഏതോ ഒരു കേസ് അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ചെയ്തിട്ട് അവസാനം ഹൈക്കോടതി ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തു, ഇത് 1 വർഷത്തിനകം പെട്ടെന്ന് തീർക്കണം, അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തീർത്തിട്ട് അന്വേഷണം ത്വരിതമായിട്ട് നടത്തണം എന്ന് പറഞ്ഞ് ഒരു ഉത്തരവ് വന്നതിന്റെ ബേസിസിൽ എനിക്കത് എന്തായാലും അന്വേഷിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ അതിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് പരാതിക്കാരനെ വിളിച്ച് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. 86 മുതൽ 96 വരെ ഉള്ള കാലയളവിൽ അദ്ദേഹം എത്രയോ കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സമ്പാദ്യം ഉണ്ടാക്കിയെന്നും അത് വിദേശ ബാങ്കുകളിലെ സിംഗപ്പൂരും സ്വിറ്റ്സർലൻഡിലും ഒക്കെയുള്ള ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും പേരിലുണ്ടെന്നും ബിനാമി പേരുകളിലാണെന്നും അദ്ദേഹത്തിന് തിരുവനന്തപുരം, തൃശ്ശൂര്, കോഴിക്കോട്, എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വീടുകളും സ്ഥലങ്ങളും അനധികൃതമായിട്ട് വാങ്ങി കൂട്ടിയിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞൊരു വലിയൊരു പരാതിയായിരുന്നു അത്. നവാബ് രാജേന്ദ്രൻ വന്ന് വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നപ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ അലിഗേഷൻസ് പറഞ്ഞു. ബിനാമിമാരുടെ കുറച്ച് പേരുടെ പേരൊക്കെ പറഞ്ഞു, കുറെ ആൾക്കാരുടെ പേര് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തെ PTPയിലുള്ള വീട്, തൃശ്ശൂരുള്ള വീട്, എറണാകുളത്തൊരു വീടുണ്ട്, ബാംഗ്ലൂർ ഒരു ഫ്ലാറ്റ് ഉണ്ട്, ബോംബെയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്, കോഴിക്കോട് ഒരു വീടുണ്ട്, പിന്നെ ഗോശ്രീയുടെ അടുത്ത് കുറെ സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട്, നെടുമ്പാശ്ശേരിയിൽ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറെ അലിഗേഷൻസ് എക്സ്ട്രാ ഇങ്ങനെ പറഞ്ഞു. ആ സമയം നവാബ് രാജേന്ദ്രൻ കുറച്ച് മര്യാദയ്ക്കാണ് സംസാരിച്ചതും സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുമ്പോഴേക്ക് ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നു, വെള്ളം കുടിക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുന്ന പ്രക്രിയ തന്നെ എനിക്ക് തോന്നുന്നു 2-3 ദിവസം അടുപ്പിച്ച് നീണ്ടു നിന്നു. അത്രയ്ക്ക് വലിയ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ പറയുന്നതെല്ലാം നിങ്ങളുടെ അനുമാനങ്ങളാണോ അതോ അതിനെന്തെങ്കിലും തെളിവുണ്ടോ, രേഖകൾ എന്തെങ്കിലും തരാനുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറെ രേഖകൾ എനിക്ക് തരാനുണ്ട്, ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞു. അതിന്റെ അനുമാനമാണോ എന്ന് ചോദിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, എന്നെ ആദ്യമായിട്ട് നിങ്ങൾ കാണാൻ വന്നപ്പോഴും ഇതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടൊരു അനുമാനത്തിലല്ലേ വന്നത്, തൃപ്പർ ചന്ദ്രൻ തൂങ്ങി മരിക്കുന്ന ഞാൻ കണ്ടു എന്ന് പറഞ്ഞത്. അപ്പൊ അതിന് പറഞ്ഞു, അയ്യോ എനിക്ക് തെറ്റുപറ്റിയതാണ്, കാരണം ഞാൻ കേട്ടതനുസരിച്ച് മാഡത്തിന്റെ പേരാ കേട്ടത്, അതുകൊണ്ട് തെറ്റുപറ്റിയതാണ്. ഞാൻ ചോദിച്ചിട്ട് കേസ് കൊടുത്തു. അപ്പല്ലേ, കേസൊന്നും കൊടുത്തില്ല, പിന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എന്നോട് മാത്രമേ ഉള്ളൂ ശത്രുത അല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ച് തമാശയൊക്കെ പറഞ്ഞിട്ടാണ് ആള് പോയത്. അടുത്ത പടിയായിട്ട് ചെയ്യേണ്ടത് ഇദ്ദേഹത്തിന്റെ ശ്രീ കരുണാകരൻ സാറിന്റെ വരുമാനം എത്രയുണ്ട് എന്ന് നോക്കണം. 5 വർഷത്തെ 10 വർഷത്തെ വരുമാനം എത്രയാണ് എന്ന് നോക്കണം. ആ വർഷത്തിൽ അദ്ദേഹം അതിനേക്കാളും കൂടുതൽ സ്വത്ത് എവിടെയെങ്കിലും സമ്പാദിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അത് എത്ര ശതമാനമാണ് എന്ന് കൂട്ടി നോക്കി ഒരു കണക്കുണ്ട്, അതനുസരിച്ചാണ് അന്വേഷണം പോകുന്നത്. പക്ഷെ അതിനു മുമ്പായിട്ട് എനിക്ക് ഇദ്ദേഹത്തെ പ്രതിയുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യണം. നമ്മുടെ വിജിലൻസ് കേസുകളിലെല്ലാം അങ്ങനെയാണ്, ആദ്യമായിട്ട് കിട്ടുന്ന തെളിവുകളിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രതിയുടെ സ്റ്റേറ്റ്മെന്റ് പല പ്രാവശ്യമായിട്ട് റെക്കോർഡ് ചെയ്യും. ഞാൻ അത് എല്ലാ കാര്യവും ഡയറക്ടറോട് ചോദിച്ചിട്ടാണ്, കാരണം മുൻ മുഖ്യമന്ത്രിയാണല്ലോ, ഇപ്പോഴും MLA ആണ്, വളരെ പവർഫുൾ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്, ഒരുപാട് സപ്പോർട്ട് ബേസ് ഉള്ള ആളാണ്. എന്നോട് വളരെ സ്നേഹമായിട്ട് ഇതുവരെ പെരുമാറിയിട്ടുള്ളതാണ്, എനിക്ക് യാതൊരു വിരോധവും ഉള്ള ആളുമല്ല. പക്ഷെ എന്നാലും കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എല്ലാം ഞാനിങ്ങനെ മുഷഹരി സാറായിരുന്നു അന്നത്തെ ഡയറക്ടർ വിജിലൻസ്, അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് സകലതും ചെയ്തത്. മുഷഹരി സാർ എന്നോട് പറഞ്ഞു, ശ്രീലേഖ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങളുടെ ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കി എനിക്ക് അയച്ചു തരൂ, അത് ഞാനൊന്ന് അപ്രൂവ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാനൊരു ചോദ്യം ലിസ്റ്റ് തയ്യാറാക്കി. ഏകദേശം 180ഓളം ചോദ്യങ്ങളുള്ള ഒരു വലിയ ബൃഹത്തായ ഒരു ലിസ്റ്റാണ് ഞാൻ തയ്യാറാക്കിയത്. അത് ഞാൻ എന്നിട്ട് ഡയറക്ടർക്ക് അയച്ചു കൊടുത്തു. മുഷഹരി സാർ അത് മുഴുവൻ പരിശോധിച്ച ശേഷം പെട്ടെന്ന് തന്നെ എനിക്ക് തിരിച്ചയച്ചു തന്നു. കുറച്ച് കറക്ഷൻസ് അവിടെ ഇവിടെയൊക്കെ വരുത്തി. എന്നിട്ട് പറഞ്ഞു, ശരി എന്നാ അദ്ദേഹത്തെ സമ്മൺ ചെയ്തോളൂ എന്ന് പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ നോട്ടീസ് അയച്ചത്. ഓഫീസിലേക്കാണല്ലോ നമ്മൾ വിളിക്കുന്നത്.
ഓഫീസിലേക്ക് വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം പടി കയറി വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്റെ വിജിലൻസിന്റെ ഓഫീസ് SRM റോഡിലുള്ള ഒരു വാടക കെട്ടിടത്തിന്റെ 3ാമത്തെ നിലയിൽ എങ്ങാണ്ടായിരുന്നു. അപ്പൊ 2 ഫ്ലൈറ്റ് സ്റ്റേഴ്സ് കയറണം. അദ്ദേഹം ആണെങ്കിൽ മരുന്നൊക്കെ ഒരുപാട് കഴിക്കും, BP-യുടെയും ഹാർട്ടിന്റെയും ഒക്കെ മരുന്ന് കഴിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ പടിയൊന്നും കയറി അങ്ങോട്ടേക്ക് വരാൻ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും അദ്ദേഹത്തിനും കൂടെ സ്വീകാര്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് ചോദ്യം ചെയ്യാമോ എന്ന് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ വീണ്ടും അത് ഡയറക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ചെയ്യാം എന്ന് പറഞ്ഞെങ്കിൽ നല്ലൊരു AC റൂമാണ് ഞാൻ ബുക്ക് ചെയ്തത്. എന്നിട്ട് അവിടേക്ക് വരാനായിട്ട് ഞാൻ നോട്ടീസ് കൊടുത്തു. അങ്ങനെ ഒരു ദിവസം രാവിലെ ഒരു 9:30-10 മണിയോടുകൂടി ഞാൻ അവിടെ ചെന്നിരുന്നു. ഒരു 10:30 ആയപ്പോഴേക്കും കരുണാകരൻ സാറ് വന്നു. ഞാൻ ചോദ്യങ്ങളുടെ ലിസ്റ്റ് ഒന്ന് കൊടുത്തു ആദ്യം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതാണ് ചോദ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഇതാണ് ലിസ്റ്റ്, പറ്റുന്നത് പോലെ മൊഴി ഇന്ന് രേഖപ്പെടുത്താം സാർ. അത് കഴിഞ്ഞിട്ട് വൈകിട്ടത്തേക്ക് ഞാൻ സാറിനെ വിടാം, കാരണം ഇതിപ്പോ ഒരു ദിവസത്തോളം എടുക്കും, അത്ര 180ഓളം ചോദ്യങ്ങളുണ്ട്. പതുക്കെ ചോദിച്ച് എഴുതുമ്പോൾ അത്രയും സമയം എടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ശരി എന്നാ ചോദിച്ചു തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഒരു കോപ്പി ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു, ഒരു കോപ്പി എന്റെ കയ്യിലും വെച്ചു. എഴുതാനുള്ള ആൾക്കാരുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ ഒരു ഗൺമാൻ ഉണ്ട്, രാമേന്ദ്രൻ നായർ എന്ന് പറഞ്ഞിട്ട്, അത് എപ്പോഴും കൂടെ നടക്കുന്നതാണ്. ആളെ കൂടെ വന്നിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വന്ന് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം പെട്ടെന്ന് തലചുറ്റലോ വല്ലതും വന്നു കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ ആരെങ്കിലും വേണമല്ലോ. അപ്പൊ അതിനെ കൂട്ടത്തിൽ ഒരാളെയും കൂടെ ഇരുത്തി അങ്ങനെയാണ് ഞങ്ങൾ ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിച്ച് കുറെ കാര്യങ്ങളുടെ ഉത്തരങ്ങൾ അദ്ദേഹം പറഞ്ഞു. പിന്നെ പറഞ്ഞു ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞൊക്കെ ഞാൻ ടിക്ക് ചെയ്ത് മാറ്റി വെച്ചു. ബാക്കി ചോദ്യങ്ങളെ ഉത്തരം പറഞ്ഞു. 11:30-12 മണിയായപ്പോഴേക്കും പറഞ്ഞു എനിക്ക് കരിക്കോ എന്തെങ്കിലും കുടിക്കാനായിട്ട് വെള്ളം എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് സംഘടിപ്പിച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് ലഞ്ചിന് ബ്രേക്ക് ചെയ്തു. ഞാൻ ഓഫീസിൽ പോയി ലഞ്ച് കഴിച്ചിട്ട് തിരിച്ചു വന്നു. അദ്ദേഹം അവിടെ ലഞ്ചും കഴിഞ്ഞിട്ട് ആ മുറിയിൽ തന്നെ കിടന്നുറങ്ങി. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യണം, ഉച്ചയ്ക്ക് റെസ്റ്റ് ചെയ്യുന്ന ശീലം ഉണ്ടെന്ന് പോലെ അങ്ങനെ ഉറങ്ങിയിട്ട് 3 മണിയായപ്പോൾ ഞാൻ തിരിച്ചു വന്നു. അദ്ദേഹം എണീറ്റു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഒരു 5-5:30 വരെ ചർച്ച ചെയ്തു. അതിൻ്റെ ഇടയിൽ കൂടെ മരുന്ന് കഴിക്കാനുള്ള സാവകാശം കൊടുത്തു, റെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു, ബാത്റൂമിൽ പോകാനുള്ള എല്ലാത്തിനും സാവകാശം കൊടുത്ത് വളരെ റിലാക്സ്ഡ് ആയിട്ട് ചിരിച്ചുകൊണ്ട് കൂളായിട്ടാണ് ചോദ്യം ചെയ്തത്. 5:30 മണി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു സാർ ഇനി വൈൻഡ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞു. നിൽക്കുക ഞാൻ കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ ഈ രാമേന്ദ്രൻ നായർ പുറത്തോട്ട് പോകുന്നുണ്ട്. പിന്നെ കുറെ കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ വെളിയിൽ വന്ന് കൂടി നിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു 5:30 കഴിഞ്ഞ് 5:45 ആയപ്പോഴേക്കും എനിക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ഒരു ഓഫീസർ വന്നിട്ട് പറഞ്ഞു, മാഡം ഈ ഗസ്റ്റ് ഹൗസിന്റെ വെളിയിൽ മൊത്തം ആൾക്കാരാണ്, കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട്, പത്രമാധ്യമക്കാരുണ്ട്, എല്ലാവരും ഈ TV ക്യാമറകളും അതും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കണം, ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്തോ അവരുടെ പരിപാടിയും ചോദിച്ചപ്പോൾ ഒന്നുമില്ല, കരുണാകരൻ സാറിനെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന വലിയ വാർത്തയായി, രാവിലെ തൊട്ട് ഇപ്പൊ 8 മണിക്കൂറായിട്ട് ചോദ്യം ചെയ്യുന്നു എന്നുള്ള വലിയ വാർത്തയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കവർ ചെയ്യാനായിട്ടാണ് ആളുകൾ വരുന്നത്. അദ്ദേഹം എണീറ്റു പോകാനായിട്ട്, പുറത്ത് പോകാൻ ഞാൻ കഴിഞ്ഞല്ലോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ കഴിഞ്ഞു സാർ പോകാമെന്ന് പറഞ്ഞു. ഞാൻ അകത്ത് തന്നെ ഇരുന്നു, കാരണം എനിക്ക് ആ ബഹളത്തിനിടയിൽ കൂടെ ഇറങ്ങി പോകാനായിട്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ അകത്ത് തന്നെ ഇരുന്നു. അപ്പൊ അദ്ദേഹം വാതിൽ തുറക്കുന്നതിന് മുമ്പ് നല്ല നീറ്റായിട്ട് നല്ല ജുബ്ബ, ഉടഞ്ഞു പോലും ഇല്ലാത്ത ജുബ്ബ അദ്ദേഹം ഇങ്ങനെ അവിടെ ഇവിടെയും പിടിച്ച് ഇങ്ങനെ ഉടച്ചു, ഇങ്ങനെ ചുളിച്ചിട്ടു. എന്റെ കണ്ണ് രണ്ടും ഇങ്ങനെ നല്ലപോലെ തിരുമി ചുമപ്പിച്ചു. മുടി ഇങ്ങനെ പറഞ്ഞ അദ്ദേഹം പറത്തിയിട്ടു. എന്നിട്ട് കണ്ണാടിയൊക്കെ വെച്ചിട്ട് വളരെ വിഷാദ രൂപത്തിൽ അദ്ദേഹം കതക് തുറന്ന് പുറത്തിറങ്ങിയിട്ട് പത്രക്കാരോട് പറഞ്ഞത് അതിങ്ങനെ ഭരിക്കുന്ന നായനാർ സർക്കാരിന്റെ കിരാത കൈകളാണ്, കറുത്ത കൈകളാണ് ഇതിന്റെ പുറകിൽ. ഞാൻ ഈ കേസിനകത്തൊന്നും ഉൾപ്പെട്ടതല്ല, എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കാര്യമാണ്, ഇത് വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കേസാണ്, ഇതിനകത്ത് ഞാൻ നിരപരാധിയാണ്, എന്റെ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരുപാട് ഈ ഇപ്പോഴത്തെ സർക്കാരിനെ കുറിച്ചും നായനാർ സാറിനെ കുറിച്ചിട്ടും വിജിലൻസിനെ കുറിച്ചിട്ടും ഒക്കെ ഒരുപാട് കുറ്റം പറഞ്ഞു. പക്ഷെ എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല അവിടെ വെച്ചിട്ട്. അദ്ദേഹം കാറി കയറി അങ്ങ് പോവുകയും ചെയ്തു. ഞാൻ ഇങ്ങനെ ഇവിടെ ഇന്ന് കുറെ സമയം ഇരുന്നു പോയി അറിയാതെ. ഞാൻ ചെയ്യൂ എന്തൊരു കഷ്ടമായിപ്പോ, ഒരു കേസ് അന്വേഷണം എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോ ഇത്രയധികം വിവാദം ഉണ്ടാവും എന്ന് അറിഞ്ഞേ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരുന്നു. എല്ലാ പത്രക്കാരും പോയ ഒരു 7 മണി അടുപ്പിച്ചാണ് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പോലും സാധിച്ചത്. വലിയൊരു കാട്ടുതീയായിട്ട് വാർത്ത പോലെ അങ്ങ് എല്ലായിടത്തും പരന്നു. അപ്പൊ അങ്ങനെ ശ്രീലേഖ കരുണാകരനെ ക്വസ്റ്റ്യൻ ചെയ്തു എന്നുള്ള ഒരു ഇതും കൂടെ എന്താണ് ഒരു ചാപ്പ കുത്തുന്നത് പോലെ എന്റെ നെറ്റിയിൽ ചാർത്തി തന്നു. അത് നല്ല കാര്യമായിട്ടല്ലായിരുന്നു. പൊതുവെ എല്ലാ നാഷണൽ മീഡിയയിൽ വരെ വിജിലൻസ് SP വേറെ ആരും ചെയ്യാത്ത ഒരു കാര്യം ഇപ്പോഴത്തെ SP വന്ന് ചാർജ് എടുത്തിട്ട് 3 മാസമേ ആയുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഇവിടെ വന്ന് കരുണാകരൻ ഇത്രയധികം ചോദ്യങ്ങൾ ചോദിച്ചു, രാവിലെ തൊട്ട് രാത്രി വരെ ഹരാസ് ചെയ്തു എന്നുള്ള മറ്റുള്ളൊക്കെ വാർത്തകൾ വരാൻ തുടങ്ങി. പക്ഷെ കരുണാകരൻ സാർ പിന്നീട് കാണുമ്പോഴും ഒന്നും എന്നോട് ഇതിനെപ്പറ്റി ഒരു നീരസവും കാണിച്ചിട്ടില്ല. കേസ് കുറെ അന്വേഷിച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പല സ്ഥലങ്ങളിലെ ഈ നവാബ് രാജേന്ദ്രൻ പറഞ്ഞ പല ഡോക്യുമെന്റുകൾ പരിശോധിക്കുകയും ക്രോസ് ചെക്ക് ചെയ്യുകയും പല സ്ഥലങ്ങളിലും പോയി സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴും ഒന്നും മനസ്സിലായി ഇതിനകത്ത് കാര്യമായിട്ട് ഒന്നുമില്ല. അവിടെ സ്വപ്നം കാണുന്ന പോലെയുള്ള കുറെ കഥകളാണ് മെനഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലായി.
അദ്ദേഹത്തിന്റെ ഓരോ എല്ലാ വീടുകളും ഞാൻ പോയി പരിശോധിച്ചു. പറഞ്ഞിരിക്കുന്ന PTP നഗറിലുള്ള ഒരു വീട് പരിശോധിച്ചു, അദ്ദേഹത്തിന്റെ കോഴിക്കോടെ വീട് പരിശോധിച്ചു, ഫ്ലാറ്റ് ഉണ്ടെന്ന് പറഞ്ഞ അതൊന്നും അദ്ദേഹത്തിന്റെ പേരിലല്ല. അതാണ് ഒരു തൃശ്ശൂരുള്ള വീട് പോലും അദ്ദേഹത്തിന്റെ മുരളി മന്ദിരം എന്ന് പറയുന്നത് പോലും അദ്ദേഹത്തിന്റെ പേരിലുള്ളതല്ല, മക്കളുടെയൊക്കെയാണ്. അപ്പൊ പിന്നെ തിരുവനന്തപുരത്തെ PTP നഗർ മോളുടെ പേരിലാണ്, എറണാകുളത്തെ വീട് വേറെ മനുമോന്റെ പേരിലുള്ള. കൂടാതെ വേറൊരു കാര്യം കരുണാകരൻ സാർ പറഞ്ഞത് എനിക്ക് വളരെയധികം സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്, മുഖ്യമന്ത്രിയുടെ ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നു, എനിക്ക് TADA കിട്ടുന്നുണ്ടായിരുന്നു, എനിക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, അങ്ങനെ പലതരത്തിലുള്ള ഫണ്ടുകളും എനിക്ക് എന്റെ ശമ്പളത്തിന്റെ പാക്കേജിൽ കിട്ടിയത്. എനിക്ക് വലിയ ചെലവില്ല. അതുകൊണ്ട് എന്റെ ചെലവുകൾ എല്ലാം വഹിച്ചിരുന്നത് ഒന്നുകിൽ പാർട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കള്, അല്ലെങ്കിൽ സർക്കാർ തന്നെയാണ്. ഈ 10 വർഷത്തെ കാലയളവിൽ എന്റെ സമ്പാദ്യമായിട്ട് ഉള്ള 5,75,000 രൂപയോ മറ്റോ അത് എന്റെ ബാങ്കിലെ അക്കൗണ്ടിൽ പല സ്ഥലത്തായിട്ട് കിടപ്പുണ്ട്. അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും ഇല്ല എന്ന്. അപ്പൊ അദ്ദേഹം ചെലവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒട്ടുമില്ലായിരുന്നു. അതുകൊണ്ട് എന്റെ കയ്യിലുള്ള രൂപ എന്ന് പറയുന്നത്, എന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ എന്റെ ഇതിലായിട്ടും കിടക്കുന്ന എന്റെ കയ്യിലുള്ള രൂപ എന്ന് പറയുന്നത് എന്റെ വരുമാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ഇതുപോലെയുള്ള ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ് കേസ്, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള കേസിനകത്ത് നമ്മൾ സാധാരണ ചെലവുകളും എടുക്കും. ഒരു വീട്ടിൽ ചെന്ന് റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബില്ലുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഫ്രിഡ്ജിന്റെ ബില്ല്, TV വാങ്ങിയ ബില്ല്, ആഭരണങ്ങൾ വാങ്ങിയ ബില്ല്, ഇതിന്റെ മരുന്നിന്റെ ബില്ല്, അപ്പൊ ഈ ബില്ലുകളെല്ലാം കൂടെ എടുത്തിട്ട് അത് നമ്മള് വരുമാനമായിട്ട് കണക്കാക്കും. ബില്ലിന്റെ തുകയെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അത് വരുമാനമായിട്ട് കണക്കാക്കിയിട്ടാണ് നമുക്ക് ശമ്പളമായിട്ട് കിട്ടിയ വരുമാനത്തെക്കാളും കവിഞ്ഞ് ചെലവാക്കിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അധിക വരുമാനം ഉണ്ടോ, എവിടുന്ന് കിട്ടി എന്നൊക്കെ അന്വേഷിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചെലവേ ഇല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ സമ്പാദ്യം മുഴുവനും അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയുണ്ട്. അതൊരിക്കലും വരുമാനത്തിൽ കവിഞ്ഞ സ്വത്തായിട്ട് കരുതാനായിട്ട് പറ്റുകയില്ല. അപ്പൊ ആ ഒരു രീതിയിൽ കേസ് നിൽക്കില്ലായിരുന്നു. ഞാൻ ഈ കേസ് പൂർണ്ണമായിട്ട് അന്വേഷിച്ച് തീർത്തില്ലെങ്കിൽ പോലും എന്റെ അന്വേഷണത്തിൽ ഈ കേസിനകത്ത് യാതൊരു നിൽക്കാനുള്ള സാധ്യതയും ഇല്ല എന്നുള്ള മട്ടിൽ തന്നെ നിൽക്കുമ്പോഴാണ് ഡിസംബർ മാസം എനിക്ക് അവിടെ നിന്ന് മാറ്റം കിട്ടി CBIയിലേക്ക് എന്നെ എടുത്തുകൊണ്ടുള്ള ഓർഡർ വരുന്നത്. പിന്നെ എനിക്ക് ശേഷം വന്ന സോമരാജൻ എന്ന് പറയുന്ന ഒരു SP ഉണ്ട്. അദ്ദേഹമാണ് അത് പൂർണ്ണമായിട്ട് തീർത്ത് ഫൈനൽ റിപ്പോർട്ട് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറഞ്ഞ് കോടതിയിൽ സമർപ്പിച്ചത്. അതിനെതിരെ ശ്രീ നവാബ് രാജേന്ദ്രൻ അപ്പീൽ പോവുകയും ഹൈക്കോടതി അത് തള്ളുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഈ ഒരു കേസ് ഞാൻ അന്വേഷിച്ചു എന്നുള്ള കാര്യം അത് ഒരിക്കലും അത് വലിയൊരു കേസായിരുന്നതുകൊണ്ട് എനിക്ക് ഒരിക്കലും അതിന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായി. ആരും ഇതുപോലെ ഒരു മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു അനധികൃത സ്വത്ത് സമ്പാദന കേസ് കേരളത്തിലെ ഏതെങ്കിലും വേറൊരു IPS ഓഫീസർ അന്വേഷിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സസ്നേഹം, ശ്രീലേഖ.